ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനാകാതെ വന്നതോടെ സമ്മർദ്ദത്തിലായ എൻ.ഡി.എ ഘടകകക്ഷികളെ വരുതിയിലാക്കി സർക്കാരുണ്ടാക്കാനുള്ള നീക്കം അതിവേഗത്തിലാക്കി. അതേസമയം തെലുങ്കുദേശം പാർട്ടി, ജനതാദൾ യു എന്നീ ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ബി.ജെ.പി കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നു. അതേസമയം ഉറച്ച പ്രതിപക്ഷ പ്രതിരോധമാകാൻ ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ തീരുമാനമായി. സിബി ചേരുന്നു. സിബി, എങ്ങനെയാണ് എൻ.ഡി.എയുടെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ? ഷമ്മി, ഈ സർക്കാർ രൂപീകരണം എത്രയും വേഗം പൂർത്തിയാക്കുന്ന ലക്ഷ്യമാണ് ബി.ജെ.പിക്കുള്ളത്. പക്ഷേ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഇന്നലെ വൈകിട്ടോടെ എൻ.ഡി.എ സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദവുമായി രാഷ്ട്രപതിയെ കണ്ട് കത്ത് നൽകും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ ഈ എൻ.ഡി.എ യോഗം ചേർന്നെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ഈ നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവും അതേപോലെ തെലുങ്കുദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ച ഉപാധികൾ അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പി ഞെട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ബീഹാറിന് പ്രത്യേകമായ പാക്കേജും ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാന പദവി അടക്കമാണ് ഈ ഇത്തരത്തിൽ ഇവർ ആവശ്യപ്പെട്ടത്. ഇതാണ് വളരെയധികം കുഴപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വീണ്ടും ചർച്ചകൾക്ക് വേണ്ടി രാജ്നാഥ് സിംഗിനെയും അമിത്ഷായും എല്ലാം തന്നെയും ഇപ്പോൾ പ്രത്യേകമായി ഏർപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമിത്ഷായും അതോടൊപ്പം തന്നെ ജെ.പി. നദ്ദയും എല്ലാം തന്നെയും ആണ് ഇപ്പോൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജെ.ഡി.യും അതോടൊപ്പം തന്നെ ടി.ഡി.പിയും മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളാണ്. ഇതാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആന്ധ്രാപ്രദേശിന് പ്രത്യേകമായ സംസ്ഥാന പദവി, അതോടൊപ്പം തന്നെ ബീഹാറിന് പ്രത്യേക പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളാണ് ബി.ജെ.പി ഏറെക്കുറെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. നേരത്തെ 2018 ഈ ഒരു ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടാണ് അന്ന് ടി.ഡി.പി ഈ എൻ.ഡി.എയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ കോർട്ടറിൽ പന്ത് ഇവരുടെ കോർട്ടിലായതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായി വിലപേശുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ.ഡി.എ ഇത്തരത്തിലൊരു മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദവുമായി ഈ രാഷ്ട്രപതിയെ കാണുന്നത് വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏത് വിധേനയും ഇവരുടെ ഈ ഒരു വിലപേശൽ ഒരു വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇനി മറ്റ് സഖ്യകക്ഷികളുമായിട്ടെല്ലാം തന്നെയും സംസാരിച്ചുകൊണ്ട് കൂടുതൽ സ്വതന്ത്രമാരെല്ലാം തന്നെ കൂടെ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണ സാധ്യത എല്ലാം തന്നെയും ഇവർ ആരായുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ 7 സ്വതന്ത്ര എം.പിമാർ ഇത്തരത്തിൽ ഒരു പിന്തുണ ബി.ജെ.പിക്ക് അല്ലെങ്കിൽ എൻ.ഡി.എക്ക് ഇന്നലെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇവിടെ ടി.ഡി.പി അടക്കമല്ലാതെ 3 ക്യാബിനറ്റ് അടക്കം വീണ്ടും ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൂടാതെ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയും അവകാശവാദം ടി.ഡി.പി ഉന്നയിക്കുന്നു. ജെ.ഡി.യുവും 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെടുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും തന്നെ മറ്റ് ഘടകകക്ഷികളും പ്രത്യേകിച്ച് ചിരാഗ് പാസ്വാനും അതോടൊപ്പം തന്നെ ഏകനാഥ് ഷിൻഡെയും അടക്കമുള്ള ചെറു കക്ഷികൾ പോലും ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എല്ലാം തന്നെയും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു ശക്തമായ വിലപേശലിൽ ബി.ജെ.പി വളരെ വലിയ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മന്ത്രിസഭാ രൂപീകരണം വൈകുന്നത്. സാധാരണ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു മുന്നണി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഷ്ട്രപതി കണ്ടുകൊണ്ട് തങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെന്ന് അവകാശപ്പെടുകയും പിന്നീട് പെട്ടെന്ന് തന്നെ സർക്കാർ രൂപീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ തവണ കേവല ഭൂരിപക്ഷം എൻ.ഡി.എ സഖ്യകക്ഷിക്ക് കിട്ടിയിട്ട് പോലും ഈ ഒരു വിലപേശൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡു ഒക്കെ ഈ വിലപേശുന്ന കാര്യത്തിൽ വളരെ വലിയ സമർത്ഥരാണ്, അവസരവാദ രാഷ്ട്രീയം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത് ബി.ജെ.പിയെ വളരെയധികം കുഴപ്പിക്കുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2014-ലും 2019-ലും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഇതിൽ ഘടകകക്ഷികളുടെ ഒരു വിലപേശൽ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ തവണ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ആ ഒരു സംഭവം ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയെ വളരെയധികം കുഴപ്പിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ അമിത്ഷായും അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗും എല്ലാം തന്നെയും ഈ സഖ്യകക്ഷികളുമായി കൂടുതൽ ചർച്ചകൾ നടന്നു വരികയാണ്.